നമസ്കാരം. കേരളത്തിൽ കൃത്യമായി റേഷൻ പോലും എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരിക്കുന്നു. ശമ്പളം KSRTCയിൽ നേരത്തെ തന്നെ കിട്ടാക്കിനിയായിരുന്നു. ഇപ്പോൾ അത് സർക്കാർ സംവിധാനങ്ങളിൽ പോലും ശമ്പളം മുടങ്ങിയിരിക്കുന്നു. ഈ അവസരത്തിലാണ് 3295 കോടി രൂപ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മുഖ്യമന്ത്രിയും CPM സർക്കാരും തിരിച്ചടച്ചിരിക്കുന്നത്. കേരളത്തിൽ 5 നയാ പൈസ എടുത്ത് ദൈനംദിന ചിലവുകൾ വഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ 3295 കോടി രൂപ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തിരിച്ചടച്ചത് ഇത്ര തിരക്കിട്ട് ചെയ്തത് എന്തിനു വേണ്ടി? ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് വിദേശത്ത് മസാല ബോണ്ടിലൂടെ കിഫ്ബി കോടിക്കണക്കിന് രൂപ സമാഹരിക്കുകയുണ്ടായി. എന്നാൽ ഇങ്ങനെ സമാഹരിച്ച കോടിക്കണക്കിന് രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിനല്ലാതെ മറ്റു കാര്യങ്ങൾക്കായി വകമാറ്റി ചിലവഴിച്ചു എന്നാണ് ED കണ്ടെത്തിയിരുന്നതും. ED അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്, അതായത് കിഫ്ബിയിലൂടെ മസാല ബോണ്ട് സ്വരൂപിക്കാം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ തോമസ് ഐസക്കിന് ED നോട്ടീസ് കൊടുത്തിരുന്നു. സാമ്പത്തിക ക്രമക്കേടുകൾക്കും ഫെമ നിയമ ലംഘനത്തിന്റെ പേരിലും വിദേശത്ത് മസാല ബോണ്ട് ഇറക്കി വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് തോമസ് ഐസക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു നോട്ടീസ് അയച്ചിരുന്നത്. എന്നാൽ നാളിതുവരെയായിട്ടും തോമസ് ഐസക്ക് EDയുടെ മുമ്പിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായില്ല എന്ന് തന്നെയല്ല, ED അയച്ച സമൻസ് നോട്ടീസിനെ ചോദ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തോമസ് ഐസക്ക് ഒരു ഹർജി സമർപ്പിക്കുകയുണ്ടായി. ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് EDയോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വാക്കാൽ ചോദിച്ച 1-2 കാര്യങ്ങളുണ്ട്. അതായത് തോമസ് ഐസക്ക് വിദേശത്ത് നിന്നും മസാല ബോണ്ട് വഴി സ്വരൂപിച്ച പണം അത്രയും അടിസ്ഥാന സൗകര്യ വികസനത്തിനല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ തെളിവുകൾ എന്തുകൊണ്ട് നൽകാൻ സാധിക്കുന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി EDയോട് ചോദിച്ചത്. എന്നാൽ EDയുടെ അന്വേഷണ പുരോഗതിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ വ്യക്തമാക്കണമെന്നില്ല. ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിനല്ലാതെ മസാല ബോണ്ട് വഴി സ്വരൂപിച്ച പണം ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് തെളിവ് നൽകൂ എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. തോമസ് ഐസക്കും ഇത് തന്നെയാണ് പറഞ്ഞത്. താൻ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് മസാല ബോണ്ടിലൂടെ കിഫ്ബി ഇത്തരം തുകകൾ സമാഹരിച്ചത്. 2021 മെയ് മുതൽ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ തനിക്ക് സർക്കാരുമായുള്ള ബന്ധങ്ങളെല്ലാം തീർന്നതാണ്. പിന്നെ എന്തിനാണ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചോദിക്കുന്നത് എന്നാണ് തോമസ് ഐസക്കിന്റെ അഭിഭാഷകനായ സുപ്രീം കോടതി അഭിഭാഷകൻ ഹൈക്കോടതിയോട് ചോദിച്ചത്. എന്നാൽ അന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ചോദിക്കുന്നത് എന്നുള്ളതാണ് ഏറെ വിചിത്രമായ വസ്തുത എന്നുകൂടി തോമസ് ഐസക്കിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നു. ഈ 3295 കോടി രൂപ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പെട്ടെന്ന് തന്നെ പിണറായി വിജയൻ അടച്ചു തീർത്തത് തോമസ് ഐസക്കിനെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടിയോ പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന തോമസ് ഐസക്കിനെ ജയിപ്പിക്കാൻ വേണ്ടിയോ അല്ല. സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന് പരാജയം നേരിടുമോ എന്നുള്ള ഭീതിയോടെയല്ല പിണറായി വിജയൻ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 3295 കോടി രൂപ അടച്ചത്. അതിന് പുറകിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ടായിരുന്നു. കാരണം മസാല ബോണ്ടിന് പിന്നിൽ, അതായത് കിഫ്ബി സ്വരൂപിച്ച മസാല ബോണ്ടിന് പിന്നിൽ SNC ലാവ്ലിനുമായി ബന്ധപ്പെട്ട ചില കക്ഷികളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. നിഴല് പോലെ SNC ലാവ്ലിൻ മസാല ബോണ്ടിന് പിന്നിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നാളിതുവരെയും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതിരുന്ന പിണറായി വിജയൻ ഈ കഴിഞ്ഞ ആഴ്ച ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 3295 കോടി രൂപ തിരിച്ചടച്ചത്. ഇതിൽ പകുതി തുകയും, അതായത് 3295 കോടി രൂപയിൽ പകുതി തുകയും അന്ന് കടമെടുത്ത തുകയുടെ പലിശ ഇനത്തിലാണ് അടച്ചു തീർത്തത് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഇപ്പോഴത്തെ ദാരിദ്ര്യാവസ്ഥയിൽ ഇത് എത്രമാത്രം കൊടും ചതിയാണ് കേരളീയ ജനതയോട് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കുവാൻ പോലും കഴിവില്ലാതെ ക്ഷേമ പെൻഷൻ കിട്ടാതെ വയോജനങ്ങൾ വലയുമ്പോഴാണ്, റേഷൻ അരി വാങ്ങാൻ പോലും സാധിക്കാതെ ജനങ്ങൾ വലയുമ്പോഴാണ്, സാധാരണക്കാരന് ശമ്പളം കിട്ടാതെ, സർക്കാർ സർവീസിലുള്ള സാധാരണക്കാരന് ശമ്പളം കിട്ടാതെ വലയുമ്പോഴാണ് പിണറായി വിജയൻ 3295 കോടി രൂപ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തിരിച്ചടച്ചിരിക്കുന്നത്. ഇതിൽ പകുതി തുകയും പലിശ ഇനത്തിലാണ് എന്നറിയുമ്പോഴാണ് കേരളത്തിനോട് പിണറായി വിജയനും തോമസ് ഐസക്കും CPM എല്ലാം ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇപ്പോഴും തോമസ് ഐസക്ക് പറയുന്നത് ED എന്ന ഉമ്മാക്കി കാണിച്ച് എന്നെ വിരട്ടാൻ വേണ്ടി
നോക്കേണ്ടതില്ല, ഒരു കാരണവശാലും ഇത്തരം വിരട്ടുകളിലൊന്നും ഞാൻ വീഴാൻ പോകുന്നില്ല, നിങ്ങളുടെ അഭ്യാസങ്ങൾ നിങ്ങളുടെ കയ്യിൽ വച്ചാൽ മതി എന്നാണ് തന്റെ ചുണ്ടിന്റെ കോണിൽ സ്വതസിദ്ധമായ ഒരു പുഞ്ചിരി, പുച്ഛിക്കുന്ന ചിരിയോടുകൂടി തന്നെ തോമസ് ഐസക് ഇപ്പോഴും മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. മസാല ബോണ്ട്, കിഫ്ബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ED എന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക് തനിച്ചെടുത്ത ഒരു തീരുമാനമല്ല വിദേശങ്ങളിൽ നിന്നും മസാല ബോണ്ട് വഴി കിഫ്ബിക്ക് പണം സമാഹരിക്കുക എന്നുള്ളത്. അതിനൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ആ കമ്മിറ്റിയിൽ താൻ സജീവമായി നിലകൊണ്ടിരുന്നു എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുക. എന്നാൽ തന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്നുള്ള സേവനകാലം അവസാനിച്ചപ്പോൾ അതുമായുള്ള എല്ലാ ബന്ധങ്ങളും തീർന്ന് എന്നാണ് തോമസ് ഐസക് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇതിന്റെ പേരിൽ, അതായത് അന്ന് താൻ ധനമന്ത്രിയായിരുന്ന അവസരത്തിൽ വിദേശങ്ങളിൽ നിന്ന് മസാല ബോണ്ട് വഴി കിഫ്ബിക്ക് പണം സമാഹരിച്ചതിന്റെ പേരിൽ ഇന്ന് തന്നെ EDയെ കാണിച്ച് വരട്ടാമെന്ന് കേന്ദ്ര സർക്കാർ വിചാരിക്കേണ്ട, ഇത് തന്റെ അടുത്ത് നടപടിയാവുന്ന കാര്യമല്ല എന്നാണ് തോമസ് ഐസക് EDയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 36 മാസത്തോളമായി നീളുന്ന ഒരു സംഭവമാണ്. ഈ സംഭവ പരമ്പരകൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് പൊടി തട്ടിയെടുത്തുകൊണ്ട് ഇത്രത്തോളം ഊർജിതമായി ഇവർ മുന്നോട്ട് വരുന്നത് എന്ന് തനിക്കറിയാം എന്നാണ് തോമസ് ഐസക് പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇതുവരെ അടയ്ക്കാതിരുന്ന ഈ തുക 3295 കോടി രൂപ കഴിഞ്ഞ ആഴ്ച എത്രയും പെട്ടെന്ന് തന്നെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തിരിച്ചടച്ചത് എന്നുള്ള ചോദ്യത്തിനൊന്നും ആരും മറുപടി നൽകുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനോ തോമസ് ഐസക്കോ മറുപടി നൽകുന്നില്ല. ഇതിന് കൃത്യമായ ഉത്തരം ജനങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. കിഫ്ബി മസാല ബോണ്ട് വഴി വിദേശങ്ങളിൽ നിന്ന് സമാഹരിച്ച പണത്തിന് പുറകിൽ കൃത്യമായി SNC ലാവലിൻ എന്ന കമ്പനിയുടെ കരങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയനെ ഭീതിപ്പെടുത്തുന്നതും ഇത് തന്നെയാണ് തോമസ് ഐസക്കിനെ ഭീതിപ്പെടുത്തുന്നതും. ഇതിന്റെ പേരിൽ കൃത്യമായ EDയുടെ അന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ അത് തോമസ് ഐസക്കിനെ മാത്രമല്ല പിണറായി വിജയനെയും അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമെന്ന് തോമസ് ഐസക്കിനേക്കാൾ നന്നായി പിണറായി വിജയൻ അറിയാം. താൻ ഈ കേസിൽ പെടുകയാണെങ്കിൽ പിണറായി വിജയനെയും കൊണ്ടേ പോകൂ എന്ന് തോമസ് ഐസക്കിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് തോമസ് ഐസക് EDയുടെ സമൻസിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളും രാഷ്ട്രീയകാര്യ വൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ വരുന്ന ചൊവ്വാഴ്ച EDക്ക് മുമ്പിൽ താൻ ഹാജരാകാം എന്നാണ് പത്തനംതിട്ടയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വരുന്ന ചൊവ്വാഴ്ച തോമസ് ഐസക് EDക്ക് മുമ്പിൽ ഹാജരാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ED തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കാൻ പോകുന്നതും എന്ന് കണ്ടറിയാം. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ EDക്ക് മുൻപിൽ 9 പ്രാവശ്യമാണ് സമൻസ് അയച്ചിട്ടും ഹാജരാകാതിരുന്നത്. പിന്നീട് ED അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തി കെജ്രിവാളിനെ ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യലിനൊടുവിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാവുകയും ഇപ്പോൾ കെജ്രിവാൾ ജയിലിലാണ് എന്നുള്ള വസ്തുതയുമെല്ലാം വിസ്മരിക്കത്തക്കതല്ല. അതേപോലൊരു സംഭവം ഇവിടെ ED മുൻ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെ കാര്യത്തിലും ED കൈക്കൊള്ളുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതെന്ത് തന്നെയായാലും തോമസ് ഐസക് ഈ കേസിൽ ഏതെങ്കിലും കാരണവശാൽ അകത്തു പോവുകയാണ് ണെങ്കിൽ തീർച്ചയായും താൻ ഒറ്റയ്ക്കായിരിക്കില്ല, പിണറായി വിജയൻ കൂടി ഉണ്ടാകും എന്ന് തോമസ് ഐസക് അസന്നിഗ്ധമായി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.